നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ മലയാളം തമിഴ് സിനിമകളൊക്കെ ഇവന്മാര് ഹിന്ദിയിൽ ഡബ് ചെയ്ത് യൂട്യൂബിൽ ഇറക്കും. എന്നിട്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് അതിനൊരു പേരും കൊടുക്കും. എന്റെ പൊന്നോ, ആ പേര് കേട്ടാണ്ടല്ലോ പ്രാന്താവും. അതുപോലുള്ളൊരു പേരായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയില് അത്തരത്തിലുള്ള വിചിത്രമായ പേരുകൾ നൽകിയിട്ടുള്ള വെറൈറ്റി സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ശക്തിമാന്റെ പുതിയ സിനിമ പുറത്തിറങ്ങാൻ പോവാണെന്ന് നമ്മളെല്ലാവരും കേട്ട ഒരു ന്യൂസാണ്. പക്ഷെ അതിലെ നായകൻ ആരാണ് എന്നുള്ളത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി ഗായ്സ്, ഇന്നലെ എനിക്ക് മനസ്സിലായി, പുതിയ ശക്തിമാൻ സിനിമയിൽ നമ്മുടെ ദിലീപേട്ടനാണ് ഗായ്സ് നായകൻ. ബോഡിഗാർഡ് സിനിമയ്ക്കാണ് ഇവന്മാര് ശക്തിമാൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ ഉണ്ട എന്ന സിനിമയുടെ ഹിന്ദി ഡബിന്റെ പേരാണ് ഉണ്ട ദ ബുള്ളറ്റ്. മമ്മൂക്കയുടെ അടുത്ത ഹിന്ദി ഡബിന്റെ പേരാണ് ബ്ലേഡ് മാഫിയ. ഏതാ സിനിമ എന്ന് മനസ്സിലായോ? പരുന്ത്. ഈ താജ്മഹലൊക്കെ പോലെ ഒരു വലിയ സംഭവമാണ് രാജ്മഹൽ. നമ്മുടെ അരൺമനെ, അതിന്റെ പേരാണ് രാജ്മഹൽ. അരൺമനെ 2 അഥവാ രാജ്മഹൽ 2. പ്രേതം സിനിമയുടെ ഹിന്ദി ഡബിന്റെ പേരാണ് രാജ്മഹൽ റിട്ടേൺസ്. എന്റെ അറിവ് പ്രകാരം വാർ 2 തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ ഇവന്മാരൊക്കെ ചേർന്ന് വാർ 3 യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജാണ് അതിലെ നായകൻ. സ്പൈ യൂണിവേഴ്സിലെ പുതിയ മുഖം. അടുത്ത സിനിമ നോക്കാം. ദി ഡാർലിംഗ് പോലീസ് വാല അഥവാ രൗദ്രം. ടെക് ഗുരു പേര് കേൾക്കുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് നമ്മുടെ ലാലേട്ടന്റെ ലോക്പാലാണ് ഗായ്സ്. റിട്ടേൺ ഓഫ് ചന്ദ്രമുഖി അഥവാ ദ്രോണ 2010. മാണിക്യ പത്തർ അഥവാ മാണിക്യക്കല്ല്. നമ്മുടെ മാണിക്യക്കല്ലിന്റെ ഹിന്ദി ഡബിന്റെ പേരാണ് മാണിക്യ പത്തർ. കാലാപത്തർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഏതാന്നാവോ? മാണിക്യ പത്തർ. ജോർജേട്ടൻ സ്പൂരം അഥവാ മൈദാൻ ബി മേര ഖേൽ ബി മേര. മൈതാനവും എന്റെയാണ്, കളിയും എന്റെയാണ്. പക്ഷെ അത് കാണണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ദിലീപേട്ടന്റെ അടുത്ത ആക്ഷൻ മൂവി ഡാഷിംഗ് വീരൻ അഥവാ വില്ലാളി വീരൻ. സോറി ഡാഷിംഗ് വീരൻ ഒരു ശൂറൻ. ദിലീപേട്ടന്റെ അടുത്ത സിനിമയാണ് റൺവേ അഥവാ ജയിൽ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അടിസക്ക ആ ഡയലോഗ് കേൾക്കാൻ പറ്റില്ല. അതിനു പകരം പുതിയ എന്തോ ഒരു സാധനം ഇവര് തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. അടിസക്ക അതങ്ങോട്ട് മറന്നേക്കു ഗായ്സ്. ഇനി മുതൽ അടിസക്കയ്ക്ക് പകരം ഹായ് കാം ഹോഗയാ. ഓഫ്, പറയുമ്പോ തന്നെ ഒരു രോമാഞ്ചം കേട്ടോ ശരിക്കും. തൃശൂർ പൂരം അഥവാ ദ റിയൽ ഡോൺ 2 റിട്ടേൺസ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? ഏക്കോർ ബൂൽബുലയ്യ. എങ്ങനെ? ബൂൽബുലയ്യ സിനിമ തന്നെ മണിച്ചിത്രത്താഴിന്റെ കോപ്പിയാണ്. എന്നിട്ട് ഇവന്മാര് മണിച്ചിത്രത്താഴിന്റെ ഡബിനിട്ടിറക്കണ പേരാണ് ഏക്കോർ ബൂൽബുലയ്യ. ഞാൻ പറയണില്ല. जादू जैसी बातें तेरी मनोहरी മധുസാവൻ. മധു അല്ലടാ, നസീർ. ഈ പാട്ട് സഹിക്കാൻ പറ്റാണ്ട് നാഗവല്ലി വരെ ഇറങ്ങി ഓടിയെന്നാണ് കേട്ടത്. അംഗ് തേരാ മൗലി മണി മദ് ആഖേ. മധുര രാജ, പോക്കിരി രാജ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രാജാക്കന്മാരുടെ ഒക്കെ അപ്പനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് ഗായ്സ്. ഗാംബ്ലർ രാജ അഥവാ സത്യ പാപ്പ. മാമ്പഴക്കാലം അഥവാ ആംക മോസം. ആംക മോസം. ഒപ്പം അഥവാ ബ്ലൈൻഡ് കില്ലർ. അതെ, ഈ സിനിമയിലെ നായകൻ ബ്ലൈൻഡ് ആണ്. സിനിമയിൽ ഒരു കില്ലറും ഉണ്ട്. സോ സിനിമയുടെ പേര് ബ്ലൈൻഡ് കില്ലർ. കുറ്റം പറയാൻ പറ്റില്ല. ആദം ജോൺ അഥവാ ആദം ഡോൺ. ഉറുമി അഥവാ ഏക് യോധ ഷൂർ വീർ. ദ റിയൽ ഡേ ധനാഡൻ അഥവാ വെട്ടം. ദ റിയൽ ഡേ ധനാഡൻ 2 അഥവാ ഠമാർ പടാർ. ഇനി നമുക്ക് കുറച്ച് കില്ലാടികളെ പരിചയപ്പെടാം. ഖത്തർനാക് കില്ലാടി 2 അഥവാ അഞ്ചാൻ. ജയിലർ കില്ലാടി അഥവാ തലൈവ. കാക്കി ഓർ കില്ലാടി അഥവാ കത്തി. ഏക് ഓർ ജാൻബാസ് കില്ലാടി അഥവാ വില്ല്. ഡേഞ്ചറസ് കില്ലാടി 3 അഥവാ വേട്ടയ്ക്കാരൻ. ഓർ ഏക് തേസ് കില്ലാടി അഥവാ 18ാം പടി. എക്സ്പ്രസ് കില്ലാടി അഥവാ തൊടരി. MM കില്ലാടി അഥവാ ഭഗവാൻ. ഹം ദോനോ കില്ലാടി അഥവാ അണ്ണൻ തമ്പി. ഹം ദോനോ കില്ലാടി. നമ്മൾ രണ്ടുപേരും കില്ലാടികളാണ്. ഇതിൽ കില്ലാടി അല്ലാത്തത് ആരാ? ഞാനോ? ബിസിനസ് മാൻ കില്ലാടി അഥവാ മിഖായേൽ. സ്റ്റീൽ കില്ലാടി. സ്റ്റീലോ? എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ. സ്റ്റീൽ കില്ലാടി അഥവാ ധീര. ഡബിൾ കില്ലാടി അഥവാ കൊടി. ഖയാൽ കില്ലാടി അഥവാ വേലൈക്കാരൻ. ഹൈ വോൾട്ടേജ് കില്ലാടി അഥവാ ഇതിന്റെ പേരെനിക്കറിയില്ല.
വിജയകാന്തിന്റെ പണ്ടത്തെ പടങ്ങളൊക്കെ ഹൈ വോൾട്ടേജ് ആണല്ലോ, സോ കുറ്റം പറയാൻ പറ്റില്ല. പ്ലേയർ ഏക്ക് കില്ലാടി അഥവാ ആരംഭം, സബ്സെ ബഡ കില്ലാടി അഥവാ അഴകിയ തമിഴ് മകൻ. ഇനിയും കുറെ കില്ലാടികളുണ്ട്. അവരെല്ലാരെയും പരിചയപ്പെടുത്താൻ നിന്ന ഈ വീഡിയോന്റെ പേര് ഞാൻ മാറ്റി കില്ലാടിയോ മേള എന്നൊക്കെ പറഞ്ഞിടേണ്ടി വരും. അവന്റെ ഒരു സ്റ്റീല് കില്ലാടി. ഗുപ്ത് ദി സീക്രട്ട് പോലീസ് അഥവാ രഹസ്യ പോലീസ്, ജിഗ്രി ദോസ്ത് അഥവാ ആനച്ചന്തം, ദി മിഷൻ മേര കർത്തവ്യ അഥവാ ഡിറ്റക്റ്റീവ്, പുലയാടി മോനെ, ഗുലാമി കി സഞ്ജീർ അഥവാ സിംഹാസനം, ദുഷ്മനോ കാ ദുഷ്മൻ അഥവാ താന്തോന്നി, ദ റിട്ടേൺ ഓഫ് ഗജനി അഥവാ 6, ദി റോളക്സ് ദി ബ്രേവ് സോൾജർ അഥവാ എതിർക്കും തുനിന്തവൻ, തുപ്പാക്കി അഥവാ ഇന്ത്യൻ സോൾജർ നെവർ ഓൺ ഹോളിഡേ. എന്റെ അമ്മ, ഈ പേരക്കവന്മാർ എവിടുന്നാണാവോ കണ്ടുപിടിക്കുന്നത്? കീർത്തിമാൻ അഥവാ ഗില്ലി, പോലീസ് വാല ഗുണ്ടാ 2 അഥവാ ജില്ല. ജില്ല 2 അക്ഷരത്തിൽ കഴിഞ്ഞു, അത്ര വേണ്ടുള്ളൂ. അതിനാണ് ഇവന്മാര് പോലീസ് വാല ഗുണ്ടാ 2. ഇനിയും കുറെ സംഭവങ്ങളുണ്ട്, ഇനിയും കുറെ ഖില്ലാടികളുണ്ട്, ഇനിയും കുറെ പോലീസ് വാല ഗുണ്ടൊക്കെ ഉണ്ട്, ജിഗർവാലയൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. अंग तेरा मौली मणि, मद आंखें जादू जैसी, बातें तेरी मनोहरी, मधु सावन